ഹായ് ഫ്രണ്ട്സ്, മോളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സെയിലിനായിട്ട് ഒരുക്കുന്ന ആമ്പൽത്തൈകളാണ്. മറ്റൊരു ഓണക്കാലം കൂടി വരാൻ പോവുകയാണ്. അതിനായി ഞാനും തയ്യാറാവുകയാണ്. എനിക്കൊരു ഫ്ലവർ ഷോ വരാനിരിക്കുന്നുണ്ട്. അതിനായി ചെറിയ പോട്ടുകളിൽ ആമ്പൽത്തൈ നടുകയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനായി നമുക്ക് ഇങ്ങനെ ഒരു വലിപ്പത്തിലുള്ള പോട്ടാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ കസ്റ്റമർക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്. ചെറിയ പോട്ടായതുകൊണ്ട് പൂക്കളുടെ സൈസ് വ്യത്യാസമൊന്നും വരികയില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ പോട്ടിലേക്ക് വളമാണ് ഇടേണ്ടത്. ഞാനിവിടെ ആട്ടിൻ്റെ കാട്ടമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചാണകവും ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ ആട്ടിൻകാട്ടം നമ്മൾ അതിലേക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലുപൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകവും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് മണ്ണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മണ്ണ് ചേർത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടോ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടോ ആ മണ്ണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളമൊന്നും പുറത്ത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നടുവിലായി ഒന്ന് മണ്ണ് മാറ്റി അതിലേക്കാണ് നമുക്ക് ആമ്പൽത്തൈകൾ വെച്ച് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ആമ്പൽത്തൈ. നമുക്കിതിനെ ഇതിലേക്ക് നട്ടു കൊടുക്കാം. നട്ടു കൊടുത്തതിന് ശേഷവും മണ്ണ് നന്നായി അമർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആമ്പൽത്തൈ പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കൈവച്ച് നന്നായി അമർത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ വേണം വെള്ളം ഒഴിക്കാം. ഇല്ലെങ്കിൽ ആമ്പൽത്തൈ പൊങ്ങി വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആമ്പൽത്തൈയൊക്കെ നട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കൊതു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് അസോള ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പായി ഇലകൾ എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ ആമ്പലിൻ്റെ തൈകൾ എപ്പോഴും വെള്ളത്തിൽ കുതിർന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിന്ന് 5 തൈകളാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.